രാത്രി ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ജോലികളൊക്കെ അങ്ങ് ഒതുക്കി വെക്കാം, രാവിലെ ഏട്ടന് ഡ്യൂട്ടിക്ക് പോകണം കേട്ടോ. അങ്ങനെ തേങ്ങ അങ്ങ് തിരുമ്മി വെച്ചേ. അപ്പോൾ രാവിലെ ചമ്മന്തിക്കോ പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കാപ്പിക്കായിട്ടെ. അപ്പോൾ അതിനുമൊക്കെ എടുക്കാമല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് തിരുമ്മി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ച് കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാവേ. അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിനായിട്ട് ഗ്രീൻ പീസും ഒക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ച് കേട്ടോ. അങ്ങനെ വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞെടുത്ത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്താൽ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അത് രാവിലെ എടുത്തങ്ങ് വറുത്താൽ മതിയല്ലോ. അങ്ങനെ തേങ്ങയും വെണ്ടയ്ക്കയൊക്കെ എടുത്ത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ രാവിലത്തെ ഇടിയപ്പത്തിനുള്ള കറിക്കുള്ള ഗ്രീൻ പീസ് കറിക്കുള്ള 2 ക്യാരറ്റും ഒരു സവാളയും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ എടുത്ത് അതുകൂടെ കട്ട് ചെയ്തങ്ങ് വെച്ചു കേട്ടോ. പിന്നെ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്ത് എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് അതിന് ശേഷം ഞാൻ അരി ഇടത്തുള്ളൂ കേട്ടോ. ചോറ് നാളത്തേക്കുള്ള ചോറ് വെച്ച് വെക്കത്തുള്ളൂ. ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നതാണ് ചോറ് വെക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്ന് അപ്പം അരിയും കൂടെ അങ്ങ് കഴുകിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ ഒന്ന് തിളപ്പിച്ചിട്ട് അതങ്ങ് ഊറ്റിയെടുക്കും കേട്ടോ. അത്രേ ഉള്ളൂ. തിളച്ച് വരുമ്പോൾ ഒന്ന് നന്നായിട്ടിട്ട് തിളപ്പിക്കുക, എന്നാലേ നല്ലോണം വേവത്തുള്ളൂ കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുകയാണെങ്കിൽ ഞാൻ വെള്ളത്തിലിട്ട് തന്നെ അങ്ങ് വെച്ചേക്കും, ഇല്ലെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അടച്ചങ്ങ് വെക്കുകയും അങ്ങനെ അരിയൊക്കെ ഒന്ന് വാങ്ങി വെച്ചതിന് ശേഷം അപ്പോൾ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. ഇനി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ ഇനി ഗുഡ് നൈറ്റ് കേട്ടോ. അപ്പോൾ പോയി കിടന്ന് ഉറങ്ങട്ടെ. ബായ്.